ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായിയെയും തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുത്തലിന്റെ ഭാഗമായി പാർട്ടിയിലും സർക്കാരിലും വലിയ മാറ്റങ്ങളുണ്ടാകും. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയത് വോട്ട് ചോരാൻ ഇടയാക്കിയെന്നും ഗോവിന്ദൻ തുറന്ന് സമ്മതിച്ചു. പാർട്ടി നേതാക്കന്മാർക്ക് പണത്തോടും സ്ഥാനത്തോടും ആർത്തിയുണ്ടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ജനം ടിവിയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. മറുപടി ഇന്ന് രാത്രി 9:30 സംപ്രേഷണം ചെയ്യും. എങ്ങനെയാണ് തിരുത്താൻ പോകുന്നത്? ഞങ്ങൾ തിരുത്തുക എന്ന് പറയുന്നത് ആദ്യം തിരുത്തേണ്ടത് മുഖ്യമന്ത്രി ഞങ്ങൾ മേലെ നിന്ന് മുതൽ താഴെ വരെ തിരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. തിരുത്തൽ അങ്ങനെയാണ്, അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും തിരുത്തേണ്ടിയില്ല, നിങ്ങൾ തന്നെ തിരിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോടെല്ലാം ഞങ്ങളുടെ മുമ്പിലെല്ലാം വരുന്ന വിമർശനാത്മകമായ മുഴുവൻ കാര്യം ഞങ്ങൾ തിരുത്തും. അതാ കാര്യം. നിങ്ങൾ മാത്രമല്ല, ഞാൻ പാർട്ടിക്കകത്തു നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും വരുന്ന ആരോഗ്യകരമായ വിമർശനങ്ങളെ മുഴുവൻ സ്വയം വിമർശനപരമായിട്ട് പരിശോധിച്ച് തിരുത്തേണ്ടതെല്ലാം ഓരോ പാർട്ടി മെമ്പറും കേരളത്തിൽ തിരുത്തണം. അതിപ്പോൾ മേലെ നിന്ന് മുതൽ താഴെ വരെ തിരുത്തണം. ആ തിരുത്തൽ വരുത്തും. അതാ കാര്യം. എന്തൊക്കെ വരുത്തണോ അതൊക്കെ വരുത്തും. പിണറായിയും തിരുത്തും, എല്ലാവരും തിരുത്തും. ഇപ്പം മാഷിനെതിരെ വലിയ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ മാഷിനെതിരെ ആരും വിരൽ ചൂണ്ടുന്നില്ല. പക്ഷേ എല്ലാ വിരലുകളും ചൂണ്ടുന്നത് പിണറായി. അപ്പോൾ അല്ല, പിണറായിയുടെ മുമ്പിൽ ഒരു മാതൃക, തിരുത്തി മാതൃകയാക്കേണ്ടത് പിണറായി അല്ലേ? അതെ, ആ മാതൃക തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ചൂണ്ടുന്നത്. അല്ല, ഈ തിരുത്തലിന്റെ ഭാഗമായിട്ട് സർക്കാരിലും സംഘടനയിലും വലിയ രീതിയിൽ അഴിച്ചുപണി ഉണ്ടാവോ? അഴിച്ചുപണി എന്താ അഴിച്ചുപണി എന്ന് പറഞ്ഞാൽ അപ്പോൾ തിരുത്തലുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സാമ്പത്തിക നിലപാടിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന നിരവധി ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ടില്ല എന്നുള്ളത് സത്യമല്ലേ? നവകേരള സദസ്സ് ബസ് പിടിച്ചു പോയി 1 കോടിയുടെ. അല്ലല്ല, കേരളീയം, ലോക കേരള സഭ, കേരളീയ വീണ്ടും സംഘടിപ്പിക്കാൻ എന്ത് പ്രയോജനം? ഇതൊക്കെ അനാവശ്യ ചെലവ്. ഒരു അനാവശ്യ ചെലവല്ല, ഇതെല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. മനുഷ്യൻ കേൾക്ക് ആവശ്യമില്ല. ദൂർത്ത് എന്നുള്ള പദപ്രയോഗം നിങ്ങൾ നടത്തുന്നത് തികച്ചും തെറ്റായ പ്രചരണമാണ്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾ ഇതെല്ലാം രണ്ടും കാണുന്നുണ്ടല്ലോ. ജനങ്ങൾ കേരളീയവും കാണുന്നുണ്ട്. ഇപ്പൊ മാഷ തന്നെ പറഞ്ഞു പാർട്ടി നേതാക്കൾക്ക് ആർത്തിയാണെന്ന്. ഈ ആർത്തി പണത്തോടാണോ സ്ഥാനത്തോടാണോ? അത് രണ്ടും ഉണ്ടാവും. ആർത്തി പണത്തോടും ഉണ്ടാവും, സ്ഥാനാർത്ഥി ഇതിനോടും ഉണ്ടാവും. അതുണ്ടാവും. ഞങ്ങൾ ഇത്രയേ കാണുന്നുള്ളൂ. ഒരു മുതലാളിത്ത സമൂഹമാണ് ഇന്ത്യ. അവിടെ എല്ലാ ജീർണതയും അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് അതിൻ്റെ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മെല്ലെ മെല്ലെ കയറി വരാനുള്ള സാധ്യതയുണ്ട്.